പുന്നമടക്കായലിൽ ആവേശമായി നെഹ്റു ട്രോഫി വള്ളംകളി ആദ്യപാദ മത്സരത്തിൽ പൂർത്തിയായി. തിരുവാർപ്പ് ബോട്ട് ക്ലബിന്റെ സെന്റ് ജോർജ് ചുണ്ടൻ ഒന്നാമതായി ഫിനിഷ് ചെയ്തു. വിവരങ്ങളുമായി ഷാജഹാൻ ചേരുന്നു. ഷാജഹാൻ, പറയൂ. വലിയ ദിവാഞ്ചിയും ഇതൊരു വാശിയുടെ രംഗമാണ്. ഒപ്പത്തിനൊപ്പം ഇഞ്ചോടിഞ്ച് ഇതാ നാലാം ട്രാക്കിലൂടെ കടന്നു വരുന്ന അയ്യാവറമ്പ് വലിയ ദിവാഞ്ചി. പ്രതിയോഗി ഞങ്ങൾക്കൊരു പ്രശ്നമല്ല എന്ന് പറഞ്ഞുകൊണ്ട് കുതിക്കുകയാണ്. എന്നാലോ രണ്ടാം ട്രാക്കിൽ അനാരിയോ വിട്ടുകൊടുക്കുകയില്ല. കുമരകം ടൗൺ ബോട്ട് കരുത്താണ്. ഈ നിലവിലിരിക്കുന്ന 2005, 2006, 2007 പായ്പാടിലെ ഹാർട്ടിക്കിന് ഉടമകളായ കുമരകം ടൗൺ ബോട്ട് ക്ലബ്ബ് ഞങ്ങൾ ചരിത്രം കുറിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഒപ്പത്തിനൊപ്പം ചെയ്യുമ്പോൾ നാലാം ട്രാക്കിൽ നമുക്ക് പറയാം 4.15 സെക്കൻഡ് കൊണ്ടാണ് കാരിച്ചാൽ ഫൈനൽ എത്തിയിരിക്കുന്നത്. ഇന്ന് നടന്ന ഈ മത്സരത്തിൽ ഏറ്റവും കുറഞ്ഞ സമയം കൊണ്ട് എത്തിയിരിക്കുന്നത് കാരിച്ചാലാണ്. അതിനുശേഷം നടന്ന മത്സരത്തിൽ 4.3 ഇപ്പോൾ അഞ്ചാമത്തെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വളരെ വാശിയേറിയ മത്സരമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നാലാമത്തെ ഹീറ്റിൽ വരുന്ന ആയാപറമ്പ് വലിയ ദിവാഞ്ചിയാണ് ഈ ഹീറ്റിൽ ഒന്നാമതായി എത്തിയിരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ നടന്ന മത്സരങ്ങളിലൊക്കെ തന്നെ വ്യത്യസ്തമായ വള്ളങ്ങളൊക്കെ തന്നെ വിജയികളായെങ്കിൽ പോലും സമയമാണ് ഇത്തവണ ഫൈനലിന്റെ മാനദണ്ഡം. അതുകൊണ്ട് തന്നെ ഹീറ്റിൽ ഒന്നാമതെത്തി എന്നുകൊണ്ട് ഫൈനലിൽ എത്തണമെന്നില്ല. വളരെ കുറഞ്ഞ സമയം കൊണ്ടെത്തിയ വള്ളങ്ങൾക്കായിരിക്കും അതിന് സാധ്യത കൂടുതൽ. അതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ പ്രവചിക്കാൻ കഴിയുന്നത് കാരിച്ചാൽ ചുണ്ടൻ ഫൈനലിൽ എത്തിയെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ കാര്യം ഇന്ന് നടന്ന ഈ 5 ഹീറ്റ് മത്സരങ്ങളിൽ, അതായത് 5 ആദ്യപാദ മത്സരങ്ങളിലും ഏറ്റവും കുറഞ്ഞ സമയം കൊണ്ടെത്തിയ ഒരു വള്ളം കാരിച്ചാലാണ്. മറ്റു വള്ളങ്ങളൊക്കെ തന്നെ അതിനേക്കാൾ കൂടുതൽ സമയമെടുത്ത് ഫിനിഷ് ചെയ്ത വള്ളങ്ങളാണ്. എന്തായാലും ഇപ്പോൾ നടക്കുന്ന ചുണ്ടൻ വള്ളങ്ങളുടെ ആദ്യപാദ മത്സരങ്ങൾ ഇനി ഒരു പാദ മത്സരം മാത്രമാണ് അവശേഷിക്കുന്നത്. അതുകൂടി കഴിഞ്ഞാൽ മാത്രമേ ഇന്ന് നടക്കുന്ന മത്സരത്തിൽ ആരായിരിക്കും ഫൈനലിൽ എത്തുക എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നത്. വളരെ വാശിയേറിയ മത്സരങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും നേരത്തെ നമ്മൾ കണ്ടതുപോലെ ചുണ്ടൻ വള്ളങ്ങളുടെ മാസ്റ്ററിന് ശേഷമായിരുന്നു ചുണ്ടൻ വള്ളങ്ങളുടെ പ്രാഥമിക മത്സരങ്ങൾ നടന്നത്. ഇതിൽ നിന്നും വിജയിച്ച വള്ളങ്ങളുടെ പേരുകളാണ് ഞാനിപ്പോൾ പറഞ്ഞത്. അല്പസമയത്തിന് ശേഷമായിരിക്കും ഇതുമായി ബന്ധപ്പെട്ട് ഇന്ന് നടന്ന ചുണ്ടൻ വള്ളങ്ങളുടെ പ്രാഥമിക മത്സരത്തിന് ശേഷം ആരൊക്കെ ഫൈനൽ മത്സരത്തിൽ വിജയിക്കാൻ യോഗ്യത നേടി എന്നുള്ളത് ഔദ്യോഗികമായിട്ടുള്ള ഒരു വിശദീകരണം വന്നാൽ മാത്രമേ നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. മുൻ വർഷങ്ങളിലൊക്കെ ഓരോ ഹീറ്റിലും വിജയിക്കുന്ന വള്ളങ്ങളായിരുന്നു ഫൈനൽ എത്തിയിരുന്നെങ്കിൽ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ഏറ്റവും കുറഞ്ഞ സമയം കൊണ്ട് ഫൈനലെത്തുന്ന വള്ളങ്ങൾക്കാണ് ഇത്തവണ മുൻഗണന നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഏത് വള്ളമാണ് ഫൈനൽ എത്തിയത് എന്ന് നമുക്ക് ഇപ്പോൾ പറയാൻ സാധിക്കില്ല. എന്തായാലും ഇന്ന് നടന്ന മത്സരത്തിൽ ഏറ്റവും കുറഞ്ഞ സമയം കൊണ്ട് വിജയിച്ചിരിക്കുന്നത് കാരിച്ചാൽ ചുണ്ടനാണ്. 4.15 സെക്കൻഡ് കൊണ്ടാണ് വിജയിച്ചിരിക്കുന്നത്. മറ്റു വള്ളങ്ങളുടെ കൃത്യമായ വിവരങ്ങളൊക്കെ നമുക്ക് ഔദ്യോഗികമായിട്ട് ലഭിച്ചാൽ മാത്രമേ അത് പറയാൻ കഴിയുള്ളൂ. എത്രത്തോളം ആവേശമുണ്ടായിരുന്നു ഇത്തവണത്തെ ജലമേള, ഷാജഹാൻ? ദൃശ്യങ്ങൾ നമുക്ക് വളരെ വ്യക്തമായിട്ട് പറയും. ഇന്ന് നടക്കുന്ന പുന്നമടക്കായലിൽ നടക്കുന്ന മത്സരങ്ങൾ എത്രത്തോളം ആവേശകരമായിരുന്നു എന്ന്. കാരണം പുന്നമടക്കായലിന്റെ ഇരു കരകളും തിങ്ങി നിറഞ്ഞാണ് കാണികൾ എത്തിയിരിക്കുന്നത്. നമ്മൾ നേരത്തെ പുന്നമടയും അല്ലെങ്കിൽ കുട്ടനാട് പ്രദേശങ്ങൾ അല്ലെങ്കിൽ അപ്പർ കുട്ടനാട് പ്രദേശങ്ങളിൽ നിന്നായിരുന്നു വള്ളങ്ങൾ എത്തിയിരുന്നെങ്കിൽ ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഇത്തവണ മറ്റ് ജില്ലകളിൽ നിന്നുള്ള വള്ളങ്ങൾ കൂടി എത്തിയിട്ടുണ്ട്. എന്തായാലും ഇന്ന് നടന്ന മത്സരത്തിൽ വളരെ വാശിയേറിയ മത്സരം കാഴ്ചവെച്ച കാരിച്ചാൽ തന്നെയാണ്. കാര്യം 4.15 സെക്കൻഡ് കൊണ്ടാണ് അവർ തങ്ങളുടെ ഹീറ്റിൽ ഇപ്പോൾ ഫൈനലിൽ യോഗ്യത നേടിയിരിക്കുന്നത്. കാരണം നമുക്ക് കൃത്യമായിട്ട് പറയാൻ സാധിക്കുന്നത് ഇതിനേക്കാൾ കുറഞ്ഞ സമയം കൊണ്ട് മറ്റൊരു വള്ളം ഇതുവരെ ഫൈനലിൽ എത്തിയതായിട്ട് നമുക്ക് പറയാൻ സാധിക്കില്ല. മറ്റു വള്ളങ്ങളുടെയൊക്കെ കൃത്യമായിട്ടുള്ള സമയക്രമങ്ങൾ നമുക്ക് ഒഫീഷ്യൽസിന്റെ കയ്യിൽ നിന്ന് മാത്രമേ ലഭ്യമാകുകയുള്ളൂ. എന്തായാലും ആദ്യപാദ മത്സരങ്ങൾക്ക് ശേഷം ഇനി ഫൈനലിൽ ആരൊക്കെ യോഗ്യത നേടി എന്നുള്ളത് സംബന്ധിച്ച് ഔദ്യോഗികമായിട്ടുള്ള ഒരു സ്ഥിരീകരണം ലഭ്യമാകണം. ശരി, ഷാജഹാനാണ് വിവരങ്ങൾ പങ്കുവച്ചത്.